നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 22. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ 4ാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്നലെ നമ്മളെപ്പോലെ തന്നെ ലോകമാകമാനം സ്വിറ്റ്സർലൻഡിലേക്ക് ഇറാൻ US പീസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള സമാധാന ചർച്ചയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മധ്യസ്ഥരായ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പ്രതിനിധി സംഘവും സ്വിറ്റ്സർലാൻഡിൽ എത്തിച്ചേർന്ന് ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ച ബലം കണ്ടതായിട്ടുള്ള ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നുമല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. കാരണം US പ്രസിഡന്റ് വീണ്ടും ഇറാനെ ശക്തമായി തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത US വൈസ് പ്രസിഡന്റ് ഭാഗത്ത് നിന്നും പ്രതീക്ഷകൾ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് ശേഷം വരുന്നതും. എന്നാൽ US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ നേർ വിപരീതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതും. ഒരു വശത്ത് ഇറാൻ ഹോർമോസ് കടലിടുക്ക് IRGC അടച്ചുപൂട്ടി എന്ന് പറയുമ്പോൾ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഹോർമോസ് കടലിടുക്ക് തുറന്നു തന്നെ ആണ് തുടരുന്നതെന്നും നിർബാധം കപ്പലുകൾ അതിലെ സഞ്ചരിക്കുന്നുവെന്നുള്ള അവകാശവാദമാണ് US മുന്നോട്ട് വയ്ക്കുന്നതും. ഇസ്രായേൽ ലെബനോനിൽ പരിപൂർണമായിട്ട് വെടിനിർത്തുന്നതുവരെ ഹോർമൂസ് കടലെടുക്ക് അടച്ചിടുമെന്നുള്ള ഭീഷണിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെ US പ്രസിഡന്റിന്റെ ഭീഷണിയെ തകർക്കുവാനായിട്ട് ഇറാന്റെ ചീഫ് നെഗോഷിയേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഇറാന്റെ IRGC സേന സസജ്ജമാണെന്നും US എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അതിനെതിരെയുള്ള പ്രത്യാക്രമണം വളരെ ശക്തമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ട്രേഡേഴ്സ് ഒക്കെ മാർക്കറ്റിൽ ഈ വരും ദിവസങ്ങളിൽ വളരെ കെയർഫുൾ ആകേണ്ടതായിട്ടുമുണ്ട്. കാരണം വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം തുടരുന്നതിനാൽ തന്നെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വലിയൊരു ന്യൂസ് പുറത്തു വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ ഒന്നെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ നയിക്കാവുന്ന വലിയൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് തന്നെ മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ് വരുന്നതെങ്കിൽ ഇന്ത്യ വിക്സ് ഷൂട്ടപ്പ് ആകുവാനും മാർക്കറ്റിൽ ശക്തമായ ഇടിവിലേക്കും നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂസ് പുറത്തു വന്ന് മാർക്കറ്റ് അതിനോട് റിയാക്ട് ചെയ്തതിനു ശേഷം മാത്രം മാർക്കറ്റിനെ അഗ്രസീവായിട്ട് സമീപിക്കുന്നതായിരിക്കാം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അഭികാമ്യമായിട്ട് മാറുകയും ചെയ്യുക. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള നിഫ്റ്റിയുടെ ഗ്രിപ്പ് ഇന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അതിനാൽ തന്നെ ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റി നിലനിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൺസോൾട്ടേഷനും സാധ്യമായേക്കാം. എങ്കിലും ഈ ലെവലും നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,700, 23,600 തുടർന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 23,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാൻ ആവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുൻപോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് ഇന്ന് സാധ്യമാവുകയാണെങ്കിൽ തുടർന്ന് 24,200, 24,300 എന്നീ ലെവലുകളിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ഈ ലെവലുകളും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5 മണിയോടുകൂടി മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ആകെ വൈകുന്നേരം 6 മണിയോടുകൂടി കാനഡയിൽ നിന്നും മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച IT മേഖലയിൽ ഉണ്ടായ വീക്ക്നെസ്സിനെ തുടർന്നും ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതിന്റെ ഫലമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ കലണ്ടർ മാസത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് വെള്ളിയാഴ്ച ബൈയിങ് നടത്തി. അതായത് 4,859.07 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,159.64 കോടി രൂപയ്ക്ക് സെല്ലിംഗുമാണ് വെള്ളിയാഴ്ച നടത്തുകയും ചെയ്തത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ അടിമകളാക്കിയിരുന്ന ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ വിമോചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 19 ആചരിക്കുന്ന ജൂൺ 10th ഡേ ആയതിനാൽ US മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. എങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK
ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 0.5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 48ഓളം പോയിന്റുകൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും ചോർന്നു പോയെങ്കിൽ ഇന്ന് രാവിലെ വ്യാപാരം 6:30യോടുകൂടി പുനരാരംഭിച്ചപ്പോൾ 49 പോയിന്റുകളുടെ നഷ്ടം തിരിച്ചു പിടിച്ചുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ആയതിനാൽ തന്നെ നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഒരുപക്ഷെ ഇനിയും മാർക്കറ്റ് ഓപ്പൺ ആകാൻ 2 മണിക്കൂറിലേറെ ഉള്ളതിനാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോഴേക്കും നേരിയ തോതിലാണെങ്കിലും കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25%ന്റെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $80.10 എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $76.38 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1.5% അഥവാ $58.75 വർധനവോടുകൂടി $4212.78 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR വെള്ളിയാഴ്ചയുണ്ടായ ഇടിവിനെ തുടർന്ന് 0.78 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. എങ്കിലും വെള്ളിയാഴ്ച നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിക്കുവാനായ നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-day EMAയിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മാത്രമല്ല RSIയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 23,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോൾട്ടാസ് 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 10 ലക്ഷം AC യൂണിറ്റുകൾ കമ്പനി വിറ്റഴിച്ചു. പതഞ്ജലി ഫുഡ്സ് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ കമ്പനിയുടെ സ്വർഗം മാവ് ബാച്ചില് കീടനാശിനി അവശിഷ്ടം കണ്ടെത്തിയതിനെ തുടർന്ന് വിൽപ്പന നിരോധിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് ഏകദേശം 7,000 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് 2 പുതിയ ഹൗസിംഗ് പ്രൊജക്ടുകൾ ഈ സാമ്പത്തിക വർഷം തന്നെ ഡൽഹിയിലെ NRCയിൽ ആരംഭിക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നു. ധാൽമിയ ഭാരത് 4,000 കോടി രൂപ സമാഹരിക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. മാത്രമല്ല 2031 സാമ്പത്തിക വർഷത്തോടെ 110-നും 130 മെട്രിക് ടൺ പെർ ആനത്തിലേക്ക് കമ്പനിയുടെ സിമന്റ് ശേഷി വർദ്ധിപ്പിക്കുവാനുമായിട്ട് കമ്പനി പദ്ധതി രൂപീകരിക്കുന്നുമുണ്ട്. NLC ഇന്ത്യ അടുത്ത 4-5 വർഷത്തിനുള്ളിൽ ആഭ്യന്തര വിദേശ വായ്പകളിലൂടെ 1 ട്രില്യൺ രൂപയിലധികം സമാഹരിക്കുവാൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NLC ഇന്ത്യ പദ്ധതിയിടുന്നു. മഹീന്ദ്ര ലൈഫ് സ്പേസസ് അടുത്ത 2 വർഷത്തിനുള്ളിൽ 45,000 കോടി രൂപയുടെ പദ്ധതികൾ കമ്പനി ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കോട്ട് യാർക്ക് ഇൻഡസ്ട്രീസ് 10:1 എന്ന റേഷ്യോയില് ബോണസ് ഇഷ്യൂ കമ്പനി പ്രഖ്യാപിച്ചു. അതായത് യോഗ്യരായ ഓഹരി ഉടമകൾക്ക് നിലവിൽ 1 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിന് 10 ഷെയറുകൾ ബോണസ് ഷെയറുകളായിട്ട് ലഭിക്കുകയും ചെയ്യും. ജൂൺ 24, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. 3i ഇൻഫോടെക് UAE ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രമുഖ ടെക് കമ്പനിയിൽ നിന്ന് ഏകദേശം 33.6 കോടി രൂപ വിലമതിക്കുന്ന 1 വർഷത്തെ കരാർ കമ്പനിയുടെ സബ്സിഡറിക്ക് ലഭിച്ചു. യെസ് ബാങ്ക് 2021-22 സാമ്പത്തിക വർഷത്തേക്ക് UP GST വകുപ്പിൽ നിന്ന് 3.02 കോടി രൂപയുടെ GST പെനാൽറ്റി ഡിമാൻഡ് ഓർഡർ ബാങ്കിന് ലഭിച്ചു. കോൾ ഇന്ത്യ BHEL ഒഡീഷയിലെ കൽക്കരി വാതകവൽക്കരണ പദ്ധതിയിൽ 25,000 കോടി രൂപ ഇരു കമ്പനികളും കൂടി നിക്ഷേപിക്കും. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.